ആരുടെ ആട്ടും തുപ്പും കേട്ട് വളരാനുള്ളതല്ല എന്റെ ദിയമോള്. അവിടെ എനിക്ക് രാഗി കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ എനിക്ക് അകത്തുള്ളവരും പുറത്തുള്ളവരെയും എല്ലാം പേടിയാ. എന്റെ ദിയമോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ചിലപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോകും. ദിയമോള് അവിടെ തന്നെ നിൽക്കുന്നതാ സുരക്ഷിതം. രാജകുമാരിയായിട്ട് ജീവിക്കേണ്ടവളായിരുന്നു എന്റെ കുഞ്ഞ്. വിധി എന്നല്ലാതെ എന്ത് പറയാൻ? ഭീമോൾ ഇപ്പോഴും രാജകുമാരി തന്നെയാണ്. സ്നേഹ കൊട്ടാരത്തിലെ രാജകുമാരി. അച്ഛമ്മയും അച്ഛനും മുത്തശ്ശിയും അങ്കിളുമാരും ഒക്കെ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് ഒരു അമ്മയുടെ സ്നേഹം ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ. ഓ, വിരുന്നൂട്ടലും സൽക്കാരവും ഒക്കെ കഴിഞ്ഞ നവദമ്പതിമാരിങ്ങ് എത്തിയോ? ആ വീട്ടിലെ മഹാന്മാരും മഹതികളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഹരിതയെ തിരക്കി അവിടെ എല്ലാവരും. ഹരിത വിരുന്നിന് പോകൊക്കെ നിർത്തി. മരണത്തിനും 16 അടിയന്തരത്തിനും മാത്രമേ ഇനി അങ്ങോട്ട് പോവൂന്ന് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക്? ഓ, അവിടെ കാലിന് പോലും വേണ്ടാത്ത ആളുകളാണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനൊരു പ്രതീക്ഷയും വയ്ക്കണ്ട. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? മനോജ് നിന്നെ തിരക്കി. മനോജിന് എന്താ വിശേഷം? അവൻ അവിടെ പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ? അല്ല, മാലമോഷണോ പ്രമാണ തിരിമറിയോ മറ്റോ? അത്രയ്ക്ക് നല്ല കുടുംബമാണല്ലോ, അതുകൊണ്ട് അവിടെ എന്തും പ്രതീക്ഷിക്കാം. മതി മറ്റുള്ളവരെ ആക്ഷേപിച്ചത്. നീയും മനോജുമായിട്ട് ഇങ്ങനെ പോയാൽ മതിയോ? മനോജിനോട് സംസാരിച്ചപ്പോ അവന് നല്ല വിഷമമുണ്ട്. ജീവിതമാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് വേണ്ട. ഏട്ടന്റെ വേദാന്തം ഒന്നും ഇങ്ങോട്ട് വേണ്ട. മാത്രമല്ല, ഒരു കൗൺസിലിങ്ങിന് ഇരിക്കാനുള്ള മൂഡ് തൽക്കാലം ഇല്ല.